എല്ലാവർക്കും നമസ്തേ. ഞാൻ സുനിത, ആസ്ട്രോളജർ ആണ്. ഇന്ന് കുംഭം രാശിയിലെ 2.25 നക്ഷത്രക്കാർക്ക്, അതായത് അവിട്ടത്തിന്റെ അരഭാഗം ചതയം പൂരുട്ടാതി മുക്കാൽ ഭാഗവും അടങ്ങിയ 2.25 നക്ഷത്രക്കാർക്ക് 2026 ഗ്രഹസ്ഥിതി എങ്ങനെയൊക്കെയാണ് അനുകൂലമായും പ്രതികൂലമായും സ്വാധീനിക്കുന്നതെന്നാണ് പറയാനായിട്ട് പോകുന്നത്. കുംഭം രാശിക്കാർക്ക് നിലവിൽ 7 ശനിയുടെ ലാസ്റ്റ് ഫേസ് ആണ് നടക്കുന്നത്. എങ്കിലും ജൂൺ മാസം മുതൽ വ്യാഴത്തിന്റെ വീക്ഷണം, വ്യാഴം ഉച്ചനായ വ്യാഴം മീനം രാശിയെ തന്നെ വീക്ഷിക്കുന്നുണ്ട്, ശനിയെ തന്നെ വീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ 7 ശനിയുടേതായ ദോഷ വിഷയങ്ങൾ ഏകദേശം 11 മാസം വരെ, ജൂൺ മാസം മുതലുള്ള ഏകദേശം 11 മാസം വരെയുള്ള കാലയളവിൽ 7 ശനിയുടെ ദോഷകാഠിന്യം കുറഞ്ഞു കിട്ടും എന്ന് പറയാൻ പറ്റും. ധനലാഭ ഭാവാധിപതിയായ വ്യാഴം ജൂൺ മാസം വരെ കുംഭം രാശിയെ വീക്ഷിക്കുന്നതിനാൽ തന്നെ, അതായത് ഈ ജൂൺ മാസം മുതലുള്ള കാലഘട്ടത്തിലാണ് 7 ശനിയുടെ തീക്ഷ്ണത കുറഞ്ഞു കിട്ടുന്നത്. എന്നാൽ ജൂൺ മാസം വരെയുള്ള കാലഘട്ടത്തിൽ ഈ വ്യാഴത്തിന്റെ അനുകൂല സ്ഥിതി കൊണ്ട് 2-11 ഭാവാധിപതിയായ വ്യാഴം കുംഭം രാശിയെ തന്നെ വീക്ഷിക്കുന്നതുണ്ട്, 11ാം ഭാവത്തെ വീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും ഈ കാലയളവ് വളരെ അനുകൂലമായിട്ട് തന്നെ പറയണം. ജൂൺ മാസം വരെയുള്ള സമയം ആത്മീയത, അധ്യാപനം, കല എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് മികച്ച പുരോഗതിയും അംഗീകാരങ്ങളും ഒക്കെ ലഭിക്കുന്നതായ സമയമാണ്. കൂടാതെ സന്താനങ്ങളുടെ ഉന്നതിയും പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. കരിയർ, പ്രണയം, ആരോഗ്യം എന്നീ കാര്യങ്ങളിലും അനുകൂലമായ മാറ്റങ്ങൾ സംഭവിക്കുന്നതിനോടൊപ്പം തന്നെ പുരോഗമനപരമായ ആശയങ്ങളും സാമൂഹ്യമായ പ്രതിബദ്ധതയും വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ് ജൂൺ മാസം വരെ എന്ന് പറയാൻ പറ്റും. വിദ്യാഭ്യാസം, ശിശുക്ഷേമം തുടങ്ങിയ മേഖലയിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തികൾക്ക് ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാനും മികച്ച ഫലങ്ങൾ കൈവരിക്കാനും സാധിക്കും എന്ന് പറയാം. ജൂൺ വരെ തൊഴിൽ വിജയവും സാമ്പത്തികമായ സുരക്ഷിതത്വവും നിലനിൽക്കുമെങ്കിലും അമിതമായ ആത്മവിശ്വാസവും അലസതയും ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കണം. സോഷ്യൽ വർക്കേഴ്സ്, ഗവേഷണം എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് ഈ സമയം ഏറെ അനുകൂലമാണ്. മന്ത്രപഠനം, ശാസ്ത്രങ്ങൾ, വേദങ്ങളിലൊക്കെ താല്പര്യമുള്ള വ്യക്തികൾ, ഓക്കൽ സയൻസ് ഒക്കെ പഠിക്കുന്ന വ്യക്തികൾക്കൊക്കെ വളരെ നല്ലതാണ്. നല്ല ഗുരുക്കന്മാരെ കിട്ടാനും നന്നായിട്ട് പഠിച്ചു പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും എന്ന് പറയാൻ പറ്റും. ദാമ്പത്യ ജീവിതത്തിൽ വളരെ ശ്രദ്ധ ആവശ്യമാണ്. പരസ്പരം മനസ്സിലാക്കി പരസ്പരം തുറന്ന് കാര്യങ്ങൾ പറയാനുള്ള മനോഭാവം ഉണ്ടാവണം. കാരണം 7ാം ഭാവത്തിൽ ഖേതുവാണ് നിൽക്കുന്നത്. സ്പൗസുമായിട്ട് അനാവശ്യമായ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. 7ാം ഭാവത്തിലെ ഖേതുവിന്റെ സ്വാധീനം മൂലം പരസ്പരമുള്ള ഒരു ഇമോഷണൽ സപ്പോർട്ട് കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതിനാൽ തന്നെ കുടുംബത്തെ ബാധിക്കുന്ന ചെറിയ തർക്കങ്ങൾ പോലും ഒഴിവാക്കുന്നതും പങ്കാളിയെ സ്നേഹത്തോടെ അംഗീകരിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. വിട്ടുവീഴ്ച മനോഭാവം വളർത്തിയെടുക്കുന്നതിലൂടെ ദാമ്പത്യത്തിലെ അസ്വാരസ്യങ്ങളെ മനഃപൂർവ്വം മറികടക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. നിലവിൽ പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ ഏർപ്പെടുന്ന വ്യക്തികൾക്ക് ഇടപാടുകൾ പൂർണ്ണമായ സുതാര്യത നിലനിർത്തേണ്ടതാണ്. 7ാം ഭാവം എന്ന് പറഞ്ഞാൽ സ്പൗസിന്റെ ഭാവം മാത്രമല്ല, ബിസിനസ് പാർട്ട്നേഴ്സിനെ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ഈ ഒരു സമയത്ത് പാർട്ണർഷിപ്പ് ബിസിനസ്സിലും വളരെ സുതാര്യത ആവശ്യമുള്ള ഒരു കാലഘട്ടം തന്നെയാണ് ഇതെന്ന് പറയാൻ പറ്റും. മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്ന് പ്രകടിപ്പിക്കാത്തത് സ്പൗസുമായി തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാം. ദാമ്പത്യത്തെ ബാധിക്കുന്ന ചെറിയ തർക്കങ്ങൾ പോലും ഒഴിവാക്കി പരസ്പരം അംഗീകരിക്കാനും സ്നേഹിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ് ഈ സമയത്ത്. ജൂൺ മുതൽ ആത്മീയത, അതുപോലെ തന്നെ ആത്മീയതയിലൊക്കെ താല്പര്യം വർദ്ധിക്കുന്ന സമയമാണ്. ആരോഗ്യരംഗം, നിയമം, അധ്യാപനം എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് തടസ്സങ്ങൾ അതിജീവിച്ച് തൊഴിൽ പുരോഗതി കൈവരിക്കാനായിട്ട് കഴിയും. ചെലവുകൾ വർദ്ധിക്കുമെങ്കിലും നിലവിലെ കടബാധ്യതകൾ കാര്യക്ഷമമായി തീർക്കാനും സാധിക്കും. കുംഭം രാശിക്കാർക്ക് ജൂൺ മാസത്തിന് ശേഷം ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ ആവശ്യമാണ്. കരൾ സംബന്ധമായ പ്രശ്നങ്ങൾ, അമിതവണ്ണം, പ്രമേഹം, ദഹന പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ തന്നെ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്ന വ്യക്തികളാണെങ്കിൽ അതൊക്കെ ഒഴിവാക്കേണ്ടതാണ്. മിതമായ ഭക്ഷണക്രമം പാലിക്കുന്നതും അതുപോലെ തന്നെ രാഹുവിന്റെ സ്വാധീനം കൊണ്ട് മാനസികമായ സമ്മർദ്ദങ്ങളും ഉണ്ടാക്കും. അത് നിത്യപൂജയുള്ള സർപ്പക്ഷേത്രത്തിലൊക്കെ വഴിപാട് നടത്തുന്നത് ഉചിതമാണ്. അതായത് ഉദ്യോഗസ്ഥർക്കൊക്കെ ജൂൺ മാസത്തിന് ശേഷം സ്ഥാനക്കയറ്റത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം 2-11 ഭാവാധിപതിയായ ഗ്രഹം 6ാം ഭാവത്തിൽ നിന്നുകൊണ്ട് കർമ്മഭാവത്തെ വീക്ഷിക്കുന്നതുകൊണ്ട് തൊഴിൽപരമായ പുരോഗതി ഉണ്ടാകും എന്നുള്ളതാണ്. എന്നാൽ ഒത്തിരി കോമ്പറ്റീഷനോടെ ഉണ്ടാകും എന്നുള്ളത് സത്യമാണ്. സർക്കാർ ജോലി, വിദേശത്ത് ഒക്കെ തൊഴിൽ സാധ്യതകൾ, അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനിയിലൊക്കെ ഉള്ള തൊഴിൽ സാധ്യതകളൊക്കെ നോക്കുന്ന വ്യക്തികൾക്ക് ഈ സമയം ഏറെ അനുകൂലമാണെന്ന് പറയാൻ പറ്റും. എന്നാൽ ഓഫീസ് പൊളിറ്റിക്സിലൊന്നും ചെന്ന് പെടുകയും ചെയ്യരുത്. സാമ്പത്തികമായി 12ാം സാമ്പത്തികമായിട്ടൊക്കെ ചിന്തിക്കുമ്പോൾ 12ാം ഭാവാധിപതിയായ ഗ്രഹം 2ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ചിട്ടി, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാന്, റിക്കറിംഗ് ഡെപ്പോസിറ്റ് തുടങ്ങിയ നിക്ഷേപങ്ങളിലൂടെ സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്ന ഭാവിയിൽ ഗുണം ചെയ്യുകയും ചെയ്യും. ബിസിനസ് രംഗത്ത് പുതിയ പരീക്ഷണങ്ങളോ വലിയ റിസ്കുകളോ ഒന്നും എടുക്കരുത് ഈ സമയത്ത്. എന്ത് ആക്ടിവിറ്റിയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുമായിട്ടങ്ങ് മുന്നോട്ട് പോകുന്നതാണ് ഉചിതം എന്നുള്ളതാണ്. വസ്തുവകകൾ വാങ്ങുമ്പോൾ തർക്കത്തിലൊക്കെ പെട്ട വസ്തുവകകളൊന്നും വാങ്ങരുത്. ഭൂമിയൊന്നും എന്തെങ്കിലും തർക്കങ്ങളുണ്ട്, എന്തെങ്കിലും ചെറിയ നിയമക്കുരുക്കുകൾ ഉണ്ടെങ്കിൽ ആ
വസ്തുവകൾ വാങ്ങാതെ ഇരിക്കണം എന്നുള്ളതാണ്. എന്നാൽ പഴയ വീട് പുതുക്കി പണിയാനൊക്കെ ശ്രമിക്കുന്ന ആൾക്കാർക്ക് വളരെ നല്ലതാണെന്നുള്ള തടസ്സമില്ല, നല്ലതാണെന്ന് പറയാൻ പറ്റും. വിദ്യാഭ്യാസപരമായി വലിയ പുരോഗതി ഉണ്ടാവുമെങ്കിലും ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ ആവശ്യമാണ്. അത് വിദ്യാഭ്യാസപരമായിട്ട് കുഴപ്പമൊന്നുമില്ല, എന്നാൽ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ വിദ്യാഭ്യാസത്തിന് തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആരോഗ്യം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. സാമൂഹ്യ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്ന വ്യക്തികൾക്ക് ഈ വർഷം മികച്ച അംഗീകാരങ്ങളും പുതിയ ഉത്തരവാദിത്തങ്ങളും ഒക്കെ തേടിയെത്തുകയും ചെയ്യും. MSW ഒക്കെ കഴിഞ്ഞ ആൾക്കാർക്കും ഈ വർഷം ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ മെഡിക്കൽ പ്രൊഫഷണൽസിനും ഒക്കെ അനുകൂലം. ജൂൺ മാസത്തിന് ശേഷം വളരെ അനുകൂലമാണെന്ന് പറയാൻ പറ്റും. അതുപോലെ ലോ ആൻഡ് ഓർഡറുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളത് മെഡിക്കൽ പ്രൊഫഷണൽസ്, അവർക്കൊക്കെ ജൂൺ മാസത്തിന് ശേഷം കരിയർ പ്രോഗ്രസ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് കുംഭം രാശിക്കാർക്ക് 2026 കുറച്ച് ഫലം. പൊതുവായ കോമൺ ജനറൽ പ്രഡിക്ഷൻ ആണിത്. ഇതൊരു വ്യക്തിയുടെയും ഹൊറോസ്കോപ്പ് അനാലിസിസ് അല്ല. ഇതിൽ നിന്ന് ഈ പറഞ്ഞ പ്രഡിക്ഷനിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം തോന്നുകയാണെങ്കിൽ അവനവൻ്റെ ജാതകം ക്രോസ് ചെക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനിയും കാണാം. ബൈ.